ബോംബ് സ്റ്റാർ ധ്യാൻ ശ്രീനിവാസന്റെ ഒരു ഫിനാൻഷ്യൽ ക്രൈം ത്രില്ലർ OTT റിലീസ് ചെയ്തിട്ടുണ്ട്. ബാങ്ക് റിലേറ്റഡ് സംഭവങ്ങളാണ് ഈ സിനിമ പറയുന്നത്. ഞാൻ ഇതിനെ പറ്റിയൊക്കെ പഠിക്കണോണ്ട് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു കാണാൻ. ഉടുപ്പി റൂറൽ ബാങ്കിന്റെ കഥ പറയുന്ന സിനിമയാണ്. പാർട്ട്നേഴ്സ് സോണി അല്ല സൈന പ്ലേയിലാണ് പടം സ്ട്രീം ചെയ്യുന്നത്. സോ റൂറൽ ബാങ്കിന് സെലക്ട് ചെയ്യാൻ വേണ്ട ക്രൈറ്റീരിയ എന്താ അറിയോ? പരീക്ഷ ഒന്നും എഴുതണ്ട. അത്ര നിങ്ങൾ ഗ്രാമത്തിലാണ് ജീവിക്കുന്നത് വെച്ചാൽ നിങ്ങൾക്ക് മുൻഗണനാണ്. അത് പറഞ്ഞാൽ വിശ്വസിക്കാൻ കുറെ മണ്ണുകളും പഠിച്ചിരിക്കുന്നത് BCom ഒക്കെയാണ്. എന്റെ തപാൽ മാർഗമാണ് പഠിച്ചിരിക്കുന്നത്. എന്നിട്ട് ഇന്റർവ്യൂ റിക്രൂട്ട്മെന്റിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് കേൾക്കണം. എന്താ രാവിലെ കഴിച്ച്, വീട്ടിൽ ആരൊക്കെ ഉണ്ട്, നിങ്ങൾക്ക് ഈ ബാങ്കിൽ ജോലി തന്നാൽ നിങ്ങൾ എന്ത് ചെയ്യും? ഞങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യും. ഭയങ്കര ഫ്രഷ് ആയിട്ടുള്ള ഉത്തരവാണ്. അപ്പൊ യു ആർ സെലക്ടഡ് ആസ് മാനേജർ, യു ആർ സെലക്ടഡ് ആസ് കാഷ്യർ, യു ആർ സെലക്ടഡ് ആസ് ക്ലർക്ക് പറഞ്ഞിട്ട് ഒരു ചായക്കടയിൽ കൊണ്ടുപോയിട്ട് ബാങ്കിൽ ഇട്ടിട്ട് ഒരു ബോർഡ് വെച്ചിരിക്കണം, ഉടുപ്പി റൂറൽ ബാങ്ക്. ഈ സ്കൂളിലുള്ള ബഞ്ചും ഡെസ്ക് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ആൾക്കാർക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട്. സോ ഇതിൽ അതിലും കിടിലനായിട്ടൊരു കഥാപാത്രം ചെയ്തിരിക്കുന്നത് നമ്മുടെ കലാഭവൻ ഷാജോണാണ്. ആളി മറ്റേ ഇൻകം ടാക്സ് ഓഫീസറാണെന്ന് തോന്നുന്നു. ആളെങ്ങനെയാന്ന് വെച്ചാൽ ആരെന്ത് കൊടുത്താലും തിന്ന് മുടിപ്പിക്കാനുള്ള ഒരു ക്യാരക്ടറാണ്. റെയ്ഡിന് പോയാലും ആരെന്ത് കൊടുത്താലും തിന്നും. അണ്ണാ വല്ല വിഷമൊക്കെ പരത്തി തന്നതിന് നിങ്ങൾ ഭിത്തിയിലിരിക്കും. നമ്മുടെ റോഷാക്കിലെ ബിന്ദു പണിക്കരുടെ വീട്ടിൽ നിങ്ങൾ റെയ്ഡിന് പോകണമായിരുന്നു. ഇപ്പൊ ഭിത്തിയിൽ എളിച്ചോണ്ടിരിക്കുക. ഭയങ്കര ബ്രില്യന്റ് ആയിട്ടുള്ള ഓഫീസറാട്ടോ. ഈ വിജയ് സേതുപതി ഈ ഇടയ്ക്ക് ഒരു ഇന്റർവ്യൂവിൽ പറയണ്ടായിരുന്നു, ആള് കുറെ പൊറോട്ട ഉണ്ടാക്കാൻ പഠിച്ചു. പൈനാപ്പിൾ പൊറോട്ട, സ്ട്രോബെറി പൊറോട്ട എന്നൊക്കെ പറഞ്ഞിട്ട്. അതേപോലെ തന്നെ സ്വർണം കൊണ്ട് പൈനാപ്പിൾ ജ്യൂസ് ഉണ്ടാക്കണം, ഓറഞ്ച് ജ്യൂസ് ഉണ്ടാക്കണം. അതിന്റെ റെസിപ്പി വേണമെങ്കിൽ ധ്യാൻ ശ്രീനിവാസനെ കോൺടാക്ട് ചെയ്താൽ മതി. അവസാനം ഒരു ചാണാപ്പൊളി ഒരു ട്വിസ്റ്റ് ഉണ്ട്. കണ്ട ചിരിയ വരെ ഒരു കണക്ഷനും ഇല്ലാതെ